ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തകൾ എന്താണ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ആ ഒരു വ്യക്തിയുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 3 of swords, 3 of cups, 6 of cups, strength, 6 of pentacles, 7 of wands, 5 of wands, the wheel of fortune, empress, knight of wands, 2 of pentacles, knight of pentacles, 9 of swords, queen of wands, five of swords, queen of cups, the chariot. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 6 of wands ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്നുള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് തന്നെ 5 of cups ആണെന്നുണ്ടെങ്കിലും 3 of swords ആണെന്നുണ്ടെങ്കിലും എനർജി വളരെയധികം ലെസ് ആയിട്ട് അല്ലെങ്കിൽ ലോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവരിപ്പോ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും, ഏത് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും നിങ്ങളോട് താല്പര്യം ഇല്ല എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ, ഈഗോ പ്രശ്നങ്ങള്, കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടൊക്കെ മാറി നിൽക്കുന്നവരാണ് എങ്കിൽ പോലും അവരുടെ ലൈഫില് അവർ സ്വയം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നതാണല്ലോ അല്ലെങ്കിൽ കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്തയിലാണ് ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. അത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിട്ട് ഇവർക്ക് ഭയങ്കരമായ ഒരു ആഘാതം ഏൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വിള്ളല് മനസ്സിൽ നിരന്തരമായിട്ട് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. സ്വയം തന്നെ തെറ്റ് ചെയ്തതാണ് എന്നുള്ളത് ഇവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. തെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം ഇവർ ചെയ്തിരുന്ന ആ ഒരു ഡിസിഷൻ ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അതുപോലെ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ജെന്യുവിൻ ആയിട്ടുള്ളതായിരുന്നു, അത് ഇവരായിട്ട് തന്നെയാണല്ലോ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇടയാക്കിയത് എന്നുള്ള ഒരു ചിന്തകളും ആ ഒരു തോട്ട്സ് എല്ലാം കൂടെ മെന്റലി ഇവരെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കുന്നുണ്ട്. ഒരുതരം ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവരുടെ ഒരു കാര്യങ്ങളിലേക്ക് ഇവർക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് സാധിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ചുറ്റും യഥാർത്ഥമായി ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം നൽകുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. നല്ല നല്ല ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇവരിപ്പോ അതിയായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വേദനയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ നിങ്ങൾ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടോ അതേ വേദന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പൊ നിങ്ങളുടെ ഒരു സാമീപ്യം എല്ലാ രീതിക്കും ഇവരിപ്പോ കൊതിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു എനർജിയാണ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു എനർജി എല്ലാം ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്.
ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടുക. തെറ്റിദ്ധാരണകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഇവരായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇവരിപ്പോ ചിന്തിക്കുന്നത് നിങ്ങളും പൂർണ്ണമായിട്ട് ഈ ഒരു പേഴ്സണെ വിട്ടുപോയോ മറന്നുപോയോ എന്നുള്ള രീതിയാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഒരു അവോയ്ഡ്നെസ് ഒക്കെ ഫേസ് ചെയ്ത് വന്നിട്ട് ചിലപ്പോൾ സൈലന്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. അങ്ങോട്ട് നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ഇവരിനി നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്കിപ്പോ കൈ വന്നിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിരിക്കുന്നു. നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ആ ഒരു തിരക്ക് ധൃതിയൊന്നുമില്ല ഈ ഒരു പേഴ്സൺ ഇപ്പൊ തന്നെ വരണം നിങ്ങളുടെ ലൈഫിലേക്ക് എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരല്ല നിങ്ങൾ. ഇവർ വരുവാണ് എന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹവുമായിട്ട് ഇനി ലൈഫിലേക്ക് വന്നാൽ മതി എന്നുള്ള രീതിക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മാറ്റം തന്നെയായിരിക്കാം ഇവർ ഇത്രത്തോളം ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു കാരണവും. പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിച്ചോ എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് ഇപ്പൊ കാട് കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഇവര് യഥാർത്ഥത്തില് നിങ്ങളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവരത് നിലവിൽ കാണുന്നില്ല. കാരണം ഇവര് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിന്തിച്ചു കൂട്ടി സ്വയം തന്നെ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സിറ്റുവേഷൻ. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്കിവിടെ കാണുന്നത്. ഇവര് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു എൻട്രി ചെയ്ത് വരണം. ആ ഒരു എൻട്രി ചെയ്ത് വരുന്നതിലൂടെ നിങ്ങളിൽ നിന്നും ഇവർ എന്തൊക്കെ കാര്യങ്ങളാണോ മാറ്റി വെച്ചിരുന്നത്, ഇവരുടെ യഥാർത്ഥമായ സ്നേഹമാണെന്നുണ്ടെങ്കിലും കെയറിങ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെയൊക്കെ വിട്ടുപോയവരാണെന്നുണ്ടെങ്കിലും അതെല്ലാം വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കണം. ഒരു സമയം വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു സ്ട്രോങ് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുറമേ കാണിക്കുന്നവർ വേണ്ട എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അവർക്കൊരു ആടിയുലയുന്ന മനസ്സുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കായിരുന്നു. എന്നാൽ ഇവർ ഇതുവരെ ആക്ഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ഇവരെ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നൊരു ചിന്ത ഇവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവരിപ്പോ ഇത്രത്തോളം ആ ഒരു എനർജി കേറി വന്നിരിക്കുന്നത്. എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളുടെ എനർജി, അതോടൊപ്പം അവരുടെ കുറ്റബോധം അവരുടെ ആ ഒരു എനർജിനെ താഴേക്കും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണിത്. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ എല്ലാം അടങ്ങുന്ന ഒരു കുടുംബത്തിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം. ഹസ്ബൻഡ് വൈഫും ഒക്കെ ആയിരിക്കാം നിങ്ങൾ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചു നിൽക്കുന്നവരായിരിക്കാം. ഒരുമിച്ച് ജീവിക്കണം, ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ലവേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലും ഇപ്പോ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നിലച്ചു പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു പരിസമാപ്തി നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ ഒരു സ്ഥലത്ത് നിന്നും എല്ലാം വീണ്ടെടുക്കണം എന്നുള്ള ഒരു ചിന്തയും അതോടൊപ്പം നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ആഴ്ന്നിറങ്ങി ചിന്തിക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് തെറ്റായ രീതികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനും എല്ലാ രീതിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യാനുമുള്ള ഒരു മെന്റാലിറ്റി, അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവർ ഇതുവരെ ചിന്തിക്കാത്ത പല രീതിയിൽ പല തലത്തിലൂടെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ ഇതിനെ ഒന്ന് വീണ്ടെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ മനോഹരമായിട്ട് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവർ മാറിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, കാരണം വൈകാരികപരമായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെയാണ് ഇവർ എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതും ഇവരുടെ ഹൃദയത്തിൽ ഇവർ ഇതുവരെ നിങ്ങൾക്ക് നിഷേധിച്ചിരുന്ന ആ ഒരു യഥാർത്ഥമായ സ്നേഹം അതൊരു രീതിയിലും കളങ്കപ്പെട്ടു പോകാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുക. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ വ്യക്തികളും ഉണ്ടായിരിക്കാം ഇതിന്. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുക, ഹൈഡിങ് കാണിച്ചിട്ട് ഇറങ്ങി പോവുക. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവർക്ക് തന്നെ അതൊക്കെ വിനയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം
ഇവരുടേതായ ഒരു കാര്യങ്ങളിലേക്ക് പല അഡിക്ഷൻസ് എന്ന് വെച്ചാൽ ഇവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോ ഇവർക്ക് അതിൽ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നവരാണ്. പല കാര്യങ്ങളിലേക്ക് പ്രകോപനത്തിലേക്കൊക്കെ അകപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോ അവർക്ക് അതൊക്കെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് അവർ പോയ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഹാപ്പിനെസ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഒക്കെ വന്നിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു പേഴ്സണിലേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റ് നീതിപൂർവമല്ലാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഒരു നീതി നൽകി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നീതിപൂർവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ച് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു തോട്ട്സും ഇവരുടെ ഉള്ളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട്. ആ ഒരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് തോട്ട് ഇവരുടെ ഉള്ളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവർക്ക് ഇവരുടേതായ ഒരു കാര്യങ്ങളിലേക്കും ഇപ്പൊ ഫോക്കസ്ഡ് ആവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരുതരം ഭയമാണ് ഇവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. ഫിയർ വളരെ സ്ട്രോങ് ആയിട്ട് കയറിയിട്ടുണ്ട്. ഫിയർ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഇവരിൽ നിന്ന് വിട്ടുപോയോ എന്നൊരു ചിന്തയും ഇവരുടെ ഉള്ളിലേക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവരതൊന്നും പുറമേ കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഉള്ളുകൊണ്ട് ഓരോ നിമിഷവും ഇവർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഓവർ തിങ്കിങ് കൂടെ ചെയ്തിട്ട് ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ശീലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. ഇവർ ഇത്രയും വീക്ക് ആണ് എന്നുള്ളത് മറ്റുള്ളവർ അറിയരുത്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമേ കാണിക്കുന്ന ഈ ഒരു ഈഗോയും ജാടയും കാര്യങ്ങളൊന്നും അല്ലാതെ ഇവർ ഉള്ളുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓവർ തിങ്കിങ് ചെയ്ത് അതിനെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ മോശപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ മോശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലരെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ആയിരിക്കാം. ഇവരുടെ ഒരു എടുത്തുചാട്ടമാണെന്നുണ്ടെങ്കിലും അതുപോലെ കാര്യങ്ങളെ ഒരു ചിന്തിച്ച് ചെയ്യാത്ത പ്രവൃത്തികളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നതും. ടെംപ്റ്റേഷൻ അതായത് ഒരു അഡിക്ഷനിലേക്കൊക്കെ പോയിരിക്കുന്നതും അത് തന്നെ ആയിരിക്കാം. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയം എന്തായാലും ഒരു പരിധി വരെ ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഇവർ കൺട്രോൾ ചെയ്യാണ്. പക്ഷെ ഓരോ സമയം നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് ഇവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. ഡിസ്റ്റർബ്ഡ് ആക്കുക എന്ന് പറയുമ്പോൾ പറ്റിപ്പോയല്ലോ ഈ ഒരു അബദ്ധം എന്നുള്ള രീതിക്കുള്ള ഡിസ്റ്റർബൻസ്. മനസ്സിനെ വളരെ ഏകാഗ്രമാക്കി അതിനെ വളരെ സ്ട്രോങ് ആക്കി ഒരു ഹീലിംഗ് പ്രാക്ടീസിലൂടെയൊക്കെയാണ് ഇവരിപ്പോൾ പോകുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ അവർക്ക് അതിന് കഴിയുന്നുണ്ട്. കാരണം അവർ അതിലേക്കൊക്കെ ശീലിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. വാക്ക് തർക്കങ്ങളോ വഴക്കുകളോ അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ നടന്ന ഒരു ബന്ധമായിരിക്കാം ഇത്. ഇവരാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾ ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയിട്ട് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മനസ്സിനേറ്റിരിക്കുന്ന വാക്കുകളിലൂടെയുള്ള മുറിവ് ഇതെല്ലാം ഈ ഒരു വ്യക്തിയിലും ഉണ്ട് നിങ്ങളിലും ഉണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവർ എല്ലാ രീതിക്കും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് നിരന്തരമായിട്ട് കയറി വരുമ്പോൾ അത് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ ഒരുമിച്ചുള്ള ആ ഒരു ഫാമിലി ലൈഫ് ഒക്കെ ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളും കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ അടങ്ങുന്ന ആ ഒരു കുടുംബമാണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ നല്ല മൊമെന്റ്സുകൾ നിമിഷങ്ങൾ അതെല്ലാം ഓർത്തെടുക്കുമ്പോൾ ഇവരിലേക്ക് ആ ഒരു നഷ്ടബോധം വീണ്ടും വീണ്ടും വരികയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെയെല്ലാം തിരികെ കൊണ്ടുവരണം എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നോക്കി കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ വീണ്ടെടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ വളരെ thick ആയിട്ടുള്ള ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. വളരെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇനി അല്ല മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതനുസരിച്ച് നോക്കുക. കാരണം ഇതൊരു വളരെയധികം ജെന്യൂനിറ്റി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ബന്ധമാണ്. അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റക്ക് ആയി അല്ലെങ്കിൽ നിന്ന് പോയിരിക്കുന്നത്. അതുപോലെ ഇവരുടെ ഒരു എടുത്തുചാട്ടം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മെയിൻ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇമോഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻ ആണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സ്ട്രെങ്ത് ആ ഒരു ബലം വീണ്ടെടുക്കുക. ആ ഒരു പഴയ ഘടനയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ ഒരു പഴയതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഘടനയിലേക്ക് ഒരു സ്ട്രക്ചറിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം.
ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ എന്തിലെങ്കിലൊക്കെ പ്രകോപനത്തിലൊക്കെ അകപ്പെട്ടിട്ട് അത് കേട്ട് വിശ്വസിച്ച് പ്രതികരിക്കുക. അപ്പൊ അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒരു പരിധി വരെ ഇവർ ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ പരിധി വരെ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇതുവരെ നിഷേധിച്ചിരുന്ന സ്നേഹം, കാര്യങ്ങള്, കെയറിങ് ഇതെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ അർഹമായ രീതിയിൽ തന്നെ നൽകണം. ഇവർ ഒരു സമയം നിങ്ങളോട് തെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പേഴ്സന്റെ തോട്ടില് ഇവരുടെ ഇമോഷൻസ് സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവർ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ തമ്മിലൊരു ഫിനാൻഷ്യലി ഇടപാടുകൾ, നിങ്ങളുടെ സ്നേഹബന്ധത്തില് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് സഹായിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ പോലും ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വേണം. അതുകൊണ്ടാണ് അവർ ആ ഒരു രീതിയിൽ ഇപ്പൊ ചിന്തിക്കുന്നത്. നിങ്ങൾക്കിടയിൽ വേണ്ടത് സ്നേഹമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളല്ല വേണ്ടത് എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന് പോലും ഒരു ബാലൻസിങ് വരുത്തുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തോട്ട് പോയിരിക്കുന്നത്. ഇതുവരെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ സ്വന്തം ഇൻഡ്യൂഷൻ അനുസരിച്ച് തന്നെയാണ് ഇവർ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തിപൂർവ്വം റിലേഷൻഷിപ്പിൽ, നീതിപൂർവ്വം റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നുള്ളത് ആരും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ല. ഇവർ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു മൊമെന്റിൽ തന്നെ കടന്നു വരികയും ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അലട്ടിയിരുന്ന ആ ഒരു ഭൂതകാലം അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു പാസ്റ്റ് ആണല്ലോ കഴിഞ്ഞു പോയിരിക്കുന്ന ദിനങ്ങൾ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയം. ആ ഒരു പാസ്റ്റ് എല്ലാ രീതിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി, എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊന്ന് കണ്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചോ ആണെന്നുണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നൽകുക. അതോടൊപ്പം ഈ ഒരു വ്യക്തിയും നിങ്ങളിൽ നിന്ന് ഒരുപാട് ക്ലാരിറ്റി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരിക്കാം, ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അത് നിങ്ങളോട് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് മറ്റുള്ളവർ പറയാതെ നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും തയ്യാറായിരുന്നു. പക്ഷെ അവരത് അംഗീകരിക്കാൻ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ചെവി തരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോ ഇവരായിട്ട് തന്നെ അതിനെല്ലാം ആഗ്രഹിച്ച് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തുക. ആ ഒരു മെന്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർ എന്തിന്റെ പുറകെയാണോ പോയത് ആ ഒരു സ്ഥലത്ത് നിന്ന് അതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സമയം ഇവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും ആ ഒരു രീതിയിൽ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കൊണ്ടിട്ടും ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് ഇവർക്ക് എല്ലാ രീതിക്കും ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർ ജെന്യുവിൻ ആയിട്ട് തന്നെ ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഓവർ തിങ്കിങ് ഉണ്ടെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സൽ സപ്പോർട്ട് അവർക്കൊരു ഉള്ളിൽ ഒരു ഉൾവിളി പോലെ പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത്. ആ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക്, ആ ഒരു തോട്ട് ഒരുപാട് ചിന്തകൾ കാടുകയറി വരുമ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ പലപ്പോഴും മനസ്സിലേക്ക് കയറി വരുന്നത് കൊണ്ടാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുകയും സ്പിരിച്വൽ കണക്ഷനിൽ നിൽക്കുകയും നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവരുടെ ആ ഒരു എനർജിയിലേക്ക് ഇവർ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് വിട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കഴിഞ്ഞതോ കഴിഞ്ഞു, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു. ഇനിയെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ച് ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇവരെ ഒരിക്കലും മറന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൽ ഇനി ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കരുതിയിട്ട് അതിനൊരു കുറവ് വരാനോ പാടില്ല എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവർ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് ചിന്തകൾ കാടുകയറുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലൊക്കെയാണ്. കാരണം പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വരുമ്പോൾ പഴയതുപോലെ തന്നെ നിങ്ങൾ ഇവരെ സ്നേഹിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് അത് ഇവരുടെ ഉള്ളിലുണ്ട്. അതൊരു ഓവർ തിങ്കിങ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജിയിൽ കാണിക്കുന്നത്. എങ്കിലും എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ക്ലാരിറ്റി കൈവരുത്തുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിരുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വിശ്വാസമാണെന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ പുറമേ ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ഹോപ്പ് വെച്ച് തന്നെയാണ് ഇവർ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുന്നത്.
അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ചിന്തകളൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഉള്ളത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത്. അപ്പൊ ഇവര് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് പൂർണ്ണമായിട്ടും വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവരും തന്നെയാണ്. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. അതിന്റെ മെയിൻ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. വാക്ക് തർക്കങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ അവർ സെക്കൻഡറി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളായിട്ട് തന്നെ പരസ്പരം പറഞ്ഞു തീർക്കുക, അതിനകത്തൊരു മീഡിയേറ്ററിന്റെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ അത് ഇവരിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യാൻ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. സെപ്റ്റംബർ എന്നൊരു മന്ത്, 22, H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, A എന്നൊരു ലെറ്റർ, ജെമിനി, T എന്നൊരു ലെറ്റർ, ലിബ്ര, UAE, T again വന്നിട്ടുണ്ട്, N again വന്നിട്ടുണ്ട്. ഡിസംബർ മന്ത് 38, 44, J എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഡിസംബർ again വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ. സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. മെയ് എന്നൊരു മന്ത്, 28, തൃശൂർ ഡിസ്ട്രിക്റ്റ്. N എന്നൊരു ലെറ്റർ again വന്നിട്ടുണ്ട്. അത്തം എന്നൊരു സ്റ്റാർ, R എന്നൊരു ലെറ്റർ, മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ്. ലിയോ, സോഡിയാക് സൈൻ ആണ്, ആലപ്പുഴ. 1993, 24, എറണാകുളം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ചിത്തിര എന്നൊരു സ്റ്റാർ, R again വന്നിട്ടുണ്ട്. വിത്തിൻ 3 months ചിലവരുടെ കേസിൽ കാണിക്കുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത്, O എന്നൊരു ലെറ്റർ, കാർത്തിക. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നവംബർ എന്നൊരു മന്ത് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു ക്യാരക്ടർ, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് റെസനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.